Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചക്കപ്പുഴുക്കാണ് കാണിക്കുന്നത്. കുറേ പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ. അപ്പോൾ നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല വിളഞ്ഞ ഒരു ചക്കയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ചക്ക കഷ്ണങ്ങളുടെ ഒപ്പം തന്നെ നമുക്ക് 10 ചക്കക്കുരു കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഈ ഒരു പുഴുക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ചക്ക വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 3 ഗ്ലാസ് വെള്ളമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ചക്കയുടെ വേവ് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഴക്കാലമൊക്കെ ആകുമ്പോൾ ചക്കയിൽ കുറച്ച് വെള്ളമൊക്കെ കയറും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അധികം വെള്ളം നമ്മൾ ചക്കയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചക്ക വേകാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം കേട്ടോ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് ചക്ക വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ടാകും. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. കണ്ടോ, ആവശ്യത്തിന് നമ്മുടെ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ചക്ക വെന്തതിന് ശേഷം കുറച്ച് വെള്ളം നമ്മുടെ കുക്കറിലുണ്ട്. അപ്പോൾ ഈ ഒരു അളവിന് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ചക്ക വെന്തതിന് ശേഷം കുറച്ച് വെള്ളത്തോടു കൂടി ഇരിക്കണം. ഇനി നമുക്ക് നമ്മുടെ പുഴുക്കിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് 1.5 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരണ്ടിയ തേങ്ങ നമുക്കൊരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 10-12 വെളുത്തുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. അരകല്ലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി, അരച്ചെടുക്കണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ചക്കയുടെ കൂട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ചതിന് ശേഷം ഈ ഒരു അരപ്പ് നമുക്ക് അതിലേക്ക് ചേർക്കാം. അരപ്പ് തയ്യാറാക്കിയ സമയത്ത് നമ്മളിവിടെ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. മുഴുവൻ കുരുമുളകും നമുക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇനി ഈ വെന്ത ചക്കയുടെ ഒപ്പം തന്നെ നമുക്ക് ഈ അരപ്പ് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സി കഴുകിയ കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചക്കയുടെ ഒപ്പം നല്ലവണ്ണം മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 3 തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയുമാണ്. നല്ല ഫ്രഷ് ആയിട്ട് പറിച്ച 3 തണ്ട് കറിവേപ്പില നമുക്ക് ഈ ഒരു പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് തൂക്കി കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയാണ്. ഇത് ചായയുടെ ഒപ്പമാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ചോറിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. എന്നാലും നിങ്ങൾ ചായയുടെ ഒപ്പം ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ വൈകുന്നേരത്തെ ചായയ്ക്ക് ഒരു അടിപൊളി ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.